അയ്യപ്പ സന്നിധിയിലേക്ക് ഭക്തജന പ്രവാഹം. മകരവിളക്ക് മഹോത്സവത്തിന് നട തുറന്ന ആദ്യ ദിവസം മുതൽ വൻ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് രാത്രി 11 മണിവരെ 57,256 ഭക്തർ ദർശനം നടത്തി. സ്വാമിയെ ശരണം ശരണമയ്യപ്പ വിളിയോടെ മല കയറിയെത്തുന്ന ഭക്തരാൽ നിറയുകയാണ് സന്നിധാനം. അലയടിക്കും കാറ്റിനു പോലും ശരണമന്ത്രധ്വനിയെന്ന പ്രതീതി. പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തരാൽ തിങ്ങി നിറഞ്ഞു. മരക്കൂട്ടം മുതൽ ക്യൂ ഉണ്ട്. മണിക്കൂറിൽ ശരാശരി 3000-ഓളം ഭക്തർ 18ാം പടി കയറുന്നു. അയൽ സംസ്ഥാന ഭക്തരുടെയും തിരക്കുണ്ട്. മണികണ്ഠ സ്വാമിമാരും കുഞ്ഞുമാളികപ്പുറങ്ങളും കൂടുതലായി എത്തുന്നു. അയ്യപ്പനെ കണ്ട് സന്തോഷമായി. കുറച്ചൊക്കെ ഉണ്ട്. എന്നാലും അയ്യപ്പനെ കണ്ട് കണ്ടിട്ടല്ല ഇങ്ങോട്ട് വന്ന്. അത് അയ്യപ്പനെ കണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയി ഇങ്ങോട്ട് വന്നത്. അതല്ലാണ്ട് ഫ്രണ്ട്സിന് അരവാണിയൊക്കെ കൊണ്ടുകൊടുക്കണം. അത് വേറെ സ്കൂളിൽ പറഞ്ഞ് ഫുള്ള് പാട്ടാക്കി ഈ അയ്യപ്പനെ കുറച്ച് ഫുള്ള് പറഞ്ഞു കൊടുക്കുക. കുറച്ച് പാടായിരുന്നു. ഫുള്ള് കൂടിയൊക്കെ നനഞ്ഞ് കയറി. ജനുവരി 12-ന് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടും. ജനുവരി 14-ന് മകരസംക്രമ നാളിൽ വൈകിട്ട് ഘോഷയാത്ര സന്നിധാനത്തെത്തും. മകരസംക്രമ നാളിൽ ഭഗവാന് തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ജനുവരി 19 വരെയാണ് ഭക്തർക്ക് ദർശനം. ജനുവരി 20-ന് പന്തളം രാജപ്രതിനിധി ആചാരപരമായ ദർശനം നടത്തുന്നതോടെ നടയടയ്ക്കും. ഭക്തരാൽ നിറഞ്ഞിരിക്കുകയാണ് സന്നിധാനമെങ്ങും. ദർശനം കഴിഞ്ഞ് മലയിറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുന്ന, വിവിധയിടങ്ങളിൽ വിശ്രമിക്കുന്ന ഭക്തരുടെയും ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തരുടെയും വലിയ തിരക്ക് സന്നിധാനത്ത് എങ്ങും നിന്നും കാണാം. അന്നദാന മണ്ഡപത്തിന് മുൻഭാഗം, മാളികപ്പുറത്തിന് സമീപം, അരവണ കൗണ്ടറിന് മുൻഭാഗം എന്നിവിടങ്ങളിലെല്ലാം വിരിവെച്ച് വിശ്രമിക്കുന്ന ഭക്തരുടെയും വലിയ തിരക്ക് ഈ മണിക്കൂറുകളിൽ അനുഭവപ്പെടുന്നുണ്ട്. ആ കാഴ്ചയാണ് എനിക്ക് ചുറ്റും കാണുന്നത്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം മിഥുൻ മുരളി, ജനം, സന്നിധാനം. സന്നിധാനം നിറഞ്ഞു കവിയുകയാണ്. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞു.